വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഒരു അജണ്ടകൾ നടപ്പിലാക്കുവാൻ വേണ്ടി സിനിമാ മേഖലയിൽ അവർ ഇടപെടുന്നു എന്നൊരു ആരോപണമുണ്ട്. അതേപ്പറ്റി താങ്കൾക്ക് എന്താണ് പറയുന്നത്? ഇപ്പോൾ നമ്മൾ ന്യൂ ജനറേഷൻ പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ പഴയ ജനറേഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ജൂബിലി ജോയ് തോമസ് എന്ന് പറയുന്ന നിർമ്മാതാവിൻ്റെ അടുത്ത് ഞാൻ പോയി കഥ പറയണം. ആ കഥ കേട്ടിട്ട് അദ്ദേഹം പറയും, അലി അക്ബറെ അത് ഇത് സംഗതി കൊള്ളാം, പക്ഷേ അതിൽ ഇന്ന ഒരു ഭാഗമുണ്ട്, അതൊരു സമൂഹത്തെ ദ്രോഹിക്കുന്നതായിട്ട് മാറും, അതുകൊണ്ട് അത് നമുക്ക് വേണ്ട. കാരണം അവരും പഠിച്ചതാണ് ഇതിനെക്കുറിച്ച്, അവരും സമൂഹ ജീവികളായിട്ട് വർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ധാർമ്മിക ബോധമുണ്ട്. ഇന്ന് ഈ പണം വരുന്നത് എവിടെയാണ്? ഈ കള്ളക്കടത്തു നിന്നാണ്. അധാർമികമായിട്ടുള്ള പണം വരുന്നത് ഹവാല പണം. അതിൽ ഈ ഹവാലയിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കുമ്പോൾ ഇപ്പോൾ മലബാറിൽ കൊടുവള്ളി സംസ്കാരം എന്ന് പറയുന്നുണ്ട്. നല്ല എൻ്റെ ഉമ്മാമയൊക്കെ ജനിച്ചു വളർന്ന നല്ല തങ്കപ്പെട്ടൊരു സ്ഥലമായിരുന്നത്. ആ തങ്കപ്പെട്ട സ്ഥലം ഇപ്പോൾ എന്താ അറിയപ്പെടുന്നത്? നമ്മൾ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് നടത്തുന്ന ഹവാല പണം ഇടപാട് നടത്തുന്ന കേന്ദ്രമായിട്ട് കൊടുവള്ളി എന്ന് പേര് കേൾക്കുമ്പോൾ ഏത് കുട്ടിക്കും മനസ്സിലാവും. അതേപോലെ തന്നെ മലപ്പുറം, ഈ മലബാറിലെ ഈ രണ്ട് ജില്ലകൾ, കോഴിക്കോട് ജില്ലയും മലപ്പുറം ജില്ലയും, അത് കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ലയും, നമുക്ക് എല്ലാവർക്കും അറിയാം സ്വർണം വരുന്നത് ഏറ്റവും മോശപ്പെട്ട വഴിയും മോശപ്പെട്ട ഇടത്തു കൂടെ വരുന്നത് ഈ പറയുന്ന കേന്ദ്രങ്ങളിലേക്കാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു ചാനൽ ഒരു 10-15 വർഷമായിട്ട് അങ്ങനെ ഒരു ചാനൽ ഉണ്ടായിക്കഴിഞ്ഞു. അപ്പോൾ ഇത് കള്ളപ്പണം എന്ന് പറഞ്ഞാൽ ഈവൻ നമ്മൾ പാകിസ്ഥാൻ എന്ന് വരുന്ന കണ്ടെയ്നർ പണം പോലും ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ചോദ്യം ചെയ്തില്ല, ആരും പിടിച്ചിട്ടുമില്ല. ഇപ്പോൾ അങ്ങനെ എവിടെയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ നിവൃത്തിയില്ല, പക്ഷേ വന്നിട്ടുണ്ടെന്ന് നമുക്കൊക്കെ അറിയാം. അങ്ങനെ വരുമ്പം ഒരു എൻ്റെ വിയർപ്പിൻ്റെ അംശമല്ലാത്ത പണമാണ്. ആ പണത്തിന് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ ഈ ഒരു സോക്കോൾഡ് സിനിമാ സംസ്കാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളൊരു 2015 ശേഷമാണ്, അതുവരെ സിനിമ വെറുത്ത ഒരു സമൂഹമാണ്. ഇപ്പോൾ എന്നെയൊക്കെ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് മുസ്ലിംസ് ആരും സിനിമ ചെയ്യാൻ പോവില്ല, മുസ്ലിങ്ങൾക്ക് പറ്റിയ പണിയല്ല സിനിമ. അപ്പം നമുക്കറിയാം, പ്രേംനസീറിന് കുത്തലുണ്ടായിട്ടുണ്ട്, മമ്മൂട്ടിക്ക് കുത്തലുണ്ടായിട്ടുണ്ട്, ഫഹദ് ഫാസിൽ, ഇങ്ങനെയുള്ള മുസ്ലിങ്ങൾ വന്നപ്പോഴൊക്കെ അന്നത്തെ കാലത്ത് അയ്യോ മുസ്ലിങ്ങൾക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞ് അതേ വിഭാഗം ഒരു 2014 കൂടിയാലോചിച്ച്, ഇവിടുത്തെ വലിയ തങ്ങന്മാരൊക്കെ കൂടിയാലോചിച്ചിട്ട് തീരുമാനിക്കുകയാണ്, ഇത് നമുക്ക് അങ്ങനെ പുറന്തള്ളാൻ പറ്റൂല, ഇവിടുത്തെ ചെറുപ്പക്കാരനെ അടിമയുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ മതത്തിനെ ഒന്ന് പോഷിപ്പിക്കുന്ന രീതിയിൽ ഇതിനെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നൊരു ചിന്ത നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പഴയ ഗൂഗിളൊക്കെ തപ്പിക്കഴിഞ്ഞാൽ ഇസ്ലാമും സിനിമയും തമ്മിലൊക്കെ ബന്ധങ്ങൾ തപ്പിക്കഴിഞ്ഞാൽ ഇത് അങ്ങനെ ഈ മലപ്പുറം ബേസ് ആയിട്ടുള്ള ഒരു സിനിമ എനിക്ക് തോന്നുന്നു KL10 എന്നുള്ള സിനിമ മുതലാണ് ഇത് തുടങ്ങുന്നത്. പിന്നീട് ആ ഒരു ജനറേഷനാണ് പിന്നീട് ഈ പറയുന്ന വലിയ പണം കൊണ്ട് ഇവിടെ ആ പണം എവിടെ നിന്ന് വരുന്നു ആർക്കും അറിയില്ല, ഇത് ലാഭകരമാവുന്നോ അതും ആർക്കും അറിയില്ല, ആരാണ് ഇതിൻ്റെ പിന്നിലുള്ളത് അതും ആർക്കും അറിയില്ല. അങ്ങനെ ആരുമില്ലാത്ത സമയത്ത് വരുന്ന ആരും ഉത്തരവാദിത്തം ഏൽക്കാതെ വന്ന നിർമ്മാതാക്കൾ, ഇപ്പം പേര് മാത്രമേ നമുക്കറിയുള്ളൂ. ഇപ്പം 100 കോടി 150 കോടി ക്ലബിലേക്ക് നമ്മുടെ സിനിമ മാറുക. അതിനു മുമ്പ് ഒരു ഞങ്ങളൊക്കെ സിനിമ ഏകദേശം വൈൻഡപ്പ് ചെയ്യുന്നത് 2004 ഈ 2004 വരെ ഇവിടുത്തെ മമ്മൂട്ടിയും മോഹൻലാലും വാങ്ങിച്ചത് 10 ലക്ഷം രൂപ 15 ലക്ഷം രൂപയാണ്. ചെറിയ നടന്മാർക്ക് ഞാൻ കൊടുത്തത് 25 രൂപ 50 രൂപ, ഏറി വന്നാൽ 1 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. ഇന്നും ഒരു ചെറിയ നടൻ മേടിക്കുന്നത് 20 ലക്ഷം രൂപയാണ്. മമ്മൂട്ടി മേടിക്കുന്നത് 10-15 കോടി രൂപയാണ്, മോഹൻലാലും 10-15 കോടി. ഈ പറയുന്ന ചെറുപ്പക്കാരൊക്കെ കോടികളുടെ റെമ്യൂണറേഷൻ വാങ്ങിക്കുന്ന ആൾക്കാരായിട്ട് മാറി. അപ്പോൾ അങ്ങനെ കോടികൾ കൊടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല നമുക്ക് ആകെ ഉള്ളത് ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എത്ര തിയേറ്ററാണ്? 100-150 തിയേറ്ററാണ് നമുക്കുള്ളത്. ആ തിയേറ്ററിൽ നിന്ന് ഇത്രയും കോടികൾ ഒരിക്കലും കളക്റ്റായിട്ട് വരില്ല. അപ്പോൾ കളക്റ്റായിട്ട് വരാതിരുന്നിട്ട് പിന്നെ ഈ 100 കോടി മുടക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇത് തിരിച്ചു വേണ്ട എന്നുള്ള ഒരു പണമാണ് ഇതിലേക്ക് വരുന്നത്. അതിന് ചില പോക്കറ്റുകൾ, കൊച്ചി ബേസ്ഡായിട്ട് കുറച്ച് പോക്കറ്റുകൾ വന്നു. ചില നടന്മാർ, ചില സംവിധായകർ, അങ്ങനെ വന്നപ്പോൾ നമ്മൾ പഴയ കാലത്ത് നോക്കുകയാണെങ്കിൽ സിനിമയിൽ 2-3 ബെൽറ്റ് പറഞ്ഞത്. ഒന്ന് നായർ ബെൽറ്റ്, അത് ഞങ്ങൾ കളിയാക്കി പറയുന്നതാണ്. കാരണം തിരുവനന്തപുരത്ത് തിക്കുറിച്ചി, മോഹൻലാൽ, ഇങ്ങനെയുള്ള മണിയമ്പിള്ള, രാജു, ഇങ്ങനെ തുടങ്ങിയ കുറേ നായന്മാരുടെ ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു. ബെൽറ്റ് അങ്ങനെ നായന്മാർ ഒരുപാട് സിനിമകളിൽ, അതിൽ വേറെ ബെൽറ്റൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും നമ്മൾ പറയുന്ന നായർ ബെൽറ്റ്. കരൂട്ട് എഗ്നീസ് ടീം എല്ലാം കൂടി ഈ എറണാകുളത്ത് ഉണ്ടായിരുന്നപ്പോൾ ഒരു ക്രിസ്ത്യൻ ബെൽറ്റ് എന്നും പറയുന്നു. 2 ബെൽറ്റേ ഉണ്ടായിരുന്നുള്ളത്. അത് ഈ എന്താണ് പേരിന് വേണ്ടി പറയുന്ന ഒരു ബെൽറ്റ് അല്ലാതെ വേറൊന്നുമില്ല, വേറെ മുസ്ലിം ബെൽറ്റ് ഇല്ല അന്ന്.
അതിന് പകരം പിന്നീട് വന്നത് ഒരു ജിഹാദി ബെൽറ്റ് ഉണ്ടാവുകയാണ് നമുക്ക് മൊത്തത്തിൽ. ഈ ജിഹാദി ബെൽറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരും സമ്മതിച്ചില്ല. എനിക്ക് അത്ഭുതം തോന്നി. നമ്മൾ അന്നൊക്കെ സിനിമ ചെയ്യുമ്പം ഞാൻ അലി അക്ബറാണ്, എൻ്റെ കൂടെ അഭിനയിക്കാൻ പോകുന്നത് ജഗദീഷ് ശ്രീകുമാറാണ്, ഒരാൾ ജഗദീഷ് ആയിരിക്കും. വിവിധ മതക്കാർ, വിവിധ രാഷ്ട്രീയക്കാർ. ഇപ്പം ജഗദീഷ് കോൺഗ്രസ്സുകാരനാണ്, ഇപ്പുറത്ത് വേറെ ആൾ വരുന്നത് കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കും. വിവിധ മതക്കാർ, വിവിധ ആശയങ്ങളുള്ളവർ ഒരുമിച്ച് കൂടിയിട്ട് ആ സിനിമ ഉണ്ട്. അവിടെ ഇത് വേറെ ചർച്ചയാവും, ചിലപ്പോൾ നമ്മൾ ചർച്ചയൊക്കെ ചെയ്യപ്പെട്ടെങ്കിലും ഒരു വിഭാഗത്തിൻ്റെതായിട്ട് ഈ സിനിമ മാറിയിട്ടേ ഇല്ല. ഇന്ന ആൾക്കാർ മാത്രം ഇതിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞില്ല. പക്ഷേ എനിക്ക് അത്ഭുതം തോന്നി, അടുത്ത കാലത്ത് ഒരു സിനിമയുടെ ടൈറ്റിൽ വായിച്ചപ്പോൾ നിർമ്മാതാവ് മുസ്ലിം, ഡയറക്ടർ മുസ്ലിം, ചായ കൊടുക്കുന്നവൻ മുസ്ലിം, മേക്കപ്പ് മാരൻ മുസ്ലിം, എഡിറ്റർ മുസ്ലിം, ക്യാമറമാൻ മുസ്ലിം, അങ്ങനെ 100% മുസ്ലിംസ് ഉള്ള ഒരു സിനിമ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. ഈ നമ്മളൊരു സിനിമ ടെക്നീഷ്യൻ അവൻ്റെ മതം നോക്കിയിട്ട് കാസ്റ്റ് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് സിനിമ മാറിയിട്ടുണ്ടെങ്കിൽ അതിന് ചില അജണ്ടകളുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ അജണ്ടകളെക്കുറിച്ച് പറയണമെങ്കിൽ എൻ്റെ അടുത്ത് ഒരു 5-8 വർഷം മുമ്പ് ഒരു ഗ്രൂപ്പ് വന്നിട്ട് പറഞ്ഞു ഒരു സിനിമ ചെയ്യണം. അന്ന് 2 കോടിയൊക്കെ അങ്ങനെ വലിയ എമൗണ്ടാണ്, 2 കോടി തരാൻ തോന്നുന്നു. അപ്പോൾ സബ്ജക്റ്റ് കേട്ടപ്പം സംഗതി ലവ് ജിഹാദാണ്. അപ്പോൾ ലവ് ജിഹാദിൻ്റെ അവസാനം ഈ നായികയെ മുസ്ലിമായിട്ടുള്ള പയ്യൻ വീട്ടിലോട്ട് വിളിച്ചു കൊണ്ടുവരുമ്പം ഉമ്മയും ബാപ്പയും എല്ലാവരും കൂടി സ്വീകരിച്ച് അകത്തേക്ക് ഇരുത്തുന്നു. കാരണം അപ്പോൾ പേര് മാറ്റിയിട്ടുണ്ട്, പേര് മാറ്റിയിട്ടാണ് അകത്തേക്ക്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു ആ സീനൊന്ന് ഞാൻ മാറ്റാൻ പോവുക. ഈ പെൺകുട്ടിയെ കൊണ്ട് വിളിച്ചു വരുമ്പോൾ ഉമ്മ പറയാണ്, മോളെ അപ്പുറത്തൊരു മുറിയുണ്ട്, അത് ഞാൻ കാര്യമാക്കി വെച്ചിരിക്കുന്നത്, നിൻ്റെ കൃഷ്ണനെയോ നിൻ്റെ രാമനെയോ നിൻ്റെ ശിവനെയോ നീ അവിടെ പ്രതിഷ്ഠിച്ചോ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. എൻ്റെ മകൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പെൺകുട്ടിയാണ്, എൻ്റെ മതത്തിൽപ്പെട്ട ആണല്ല. നീ ഇന്നലെ വരെ വിശ്വസിച്ച ആ വിശ്വാസങ്ങളെ എൻ്റെ മകൻ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് ഇന്നിവിടെ ഹോമിക്കപ്പെടുന്നതിൽ ഞാൻ തെറ്റുകാരിയാവും. അതുകൊണ്ട് നീ എങ്ങനെയാണോ ഇന്നലെ വരെ ജീവിച്ചത് അങ്ങനെ ജീവിച്ചോ എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ അവരെ കണ്ടിട്ടില്ല. ആ ക്ലൈമാക്സ് പറഞ്ഞേ. ഇങ്ങനെ 2 തട്ടിലേക്ക് ഡിവൈഡ് ചെയ്ത് തുടങ്ങുന്ന ആ സംഗതി ഇന്ന് മൊത്തത്തിലൊരു ഡിവിഷനായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഇങ്ങനെ മുസ്ലിംസ് മാത്രമുള്ള ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിൽ അജണ്ട ഉണ്ടാവണ്ടേ.